സമസ്ത ജമിയത്തുൽ ഉലമ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് സമസ്ത മുശാവറ അംഗങ്ങളായിട്ടുള്ള ബഹുമാന്യനായ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കെ ഹൈദർ ഫൈസി പനങ്ങാര, പി എം അബ്ദുസലാം ബാപ്പവി, അസ്ഫർ അലി ഫൈസി പട്ടിക്കാട് 4 മുശാവറ പ്രതിനിധികൾ സമസ്ത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ വാർത്താ സമ്മേളനം വിളിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലം കോർഡിനേഷൻ ഇസ്ലാമിക് കോളേജ് CIC-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി ഈ കഴിഞ്ഞ 11/12/2024 സമസ്ത ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ ഇവിടെ ഈ ഹാളിൽ ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനം വാർത്താ മാധ്യമങ്ങളായ നിങ്ങൾക്കൊക്കെ തന്നെ അത് നൽകുകയും അത് നിങ്ങൾ പ്രസിദ്ധം ചെയ്തിരുന്നു. അതിനുശേഷം CIC-യുടെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ ഹക്കീം ഫൈസി ആദുർശ്ശേരി മിനിയാന്ന് മലപ്പുറത്ത് വെച്ചുള്ള വാർത്താ സമ്മേളനത്തിലും ഇന്നലെ അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലും മുശാവറ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നൽകിയിട്ടുള്ള ചില കുറിപ്പുകൾ സംബന്ധിച്ചും ചില തെറ്റിദ്ധാരണകളും വസ്തുതാ വിരുദ്ധവുമായിട്ടുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമസ്ത ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ 40 അംഗ പണ്ഡിത സഭയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. 34 പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർ ഏകണ്ഠമായി എടുത്ത തീരുമാനങ്ങളാണ് ഔദ്യോഗികമായി സമസ്ത പ്രഖ്യാപിക്കാറ്. അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാത്ത വിധ ഏകണ്ഠമായി എടുത്ത തീരുമാനമാണ് CIC-യുമായി ബന്ധപ്പെട്ട് 2021 മുതൽ തുടങ്ങിയതാണ്. CIC-യുമായിട്ടുള്ള ചില വിഷയങ്ങളിലുള്ള ചർച്ചകളും കത്തിടപാടുകളൊക്കെ ഏറ്റവും അവസാനമായി എടുത്ത തീരുമാനം നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷം അബ്ദുൽ ഹക്കീം ഫൈസി ആദുർശ്ശേരി വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് സമൂഹത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ടാവാൻ സാധ്യതയുണ്ട്. വസ്തുതാപരമല്ലാത്ത ചില കാര്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ യഥാർത്ഥ രീതി എന്താണ്, അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പൊതുസമൂഹത്തെ അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ആദരപൂർവ്വം സമസ്തയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. CIC വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സമസ്തയുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമുള്ളത്. CIC എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ കീഴിൽ 1986 സ്ഥാപിതമായ വളാഞ്ചേരി മർക്കസ്, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥാപനമാണ് ഈ അറബിക് കോളേജ്. അവിടെ അധ്യാപകനായി നിയമിതനായ ഒരു ഉസ്താദായിരുന്നു ആദുർശ്ശേരി അബ്ദുൽ ഹക്കീം ഫൈസി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി നടന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം സമസ്ത കേന്ദ്ര മുശാവറ മെമ്പറായിരുന്ന PP മുഹമ്മദ് ഫൈസി, അദ്ദേഹം മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹവും സമസ്ത മുശാവറ മെമ്പറായിരുന്ന ഇബ്രാഹിം പുത്തൂർ ഫൈസി, ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൂടുതൽ ചടുലമാക്കുകയും സജീവമാക്കുകയും ചെയ്തു. സമസ്തയുടെ കീഴിലുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ സമസ്തയെ അംഗീകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിലേക്ക് ആകർഷിച്ചു. അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദ് ഫൈസി, PP മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അങ്ങനെ അവരുടെയൊക്കെ ശ്രമഫലമായി പല സ്ഥാപനങ്ങളും ഇതിനോട് അഫിലിയേറ്റഡ് ആവാൻ താല്പര്യപ്പെടുകയും അതിന് ശ്രമങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ, തീർത്തും സമസ്തയുടെ ഈ വളാഞ്ചേരി മർക്കസിന്റെ കീഴിലായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് CIC. അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങൾ അതിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അതിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ
ചില സംശയകരമായ ചില പ്രവർത്തനങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ആദ്യ ബിരുദദാന സമ്മേളനം നടക്കുന്നു. ആ ബിരുദത്തിൽ ഇത് സമസ്തയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, അതിൽ പഠിച്ചിറങ്ങിയവരാണ് എന്ന് ആ ബിരുദത്തിൽ മെൻഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അതിന്റെ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ ശക്തമായി അത് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ചില സാഹചര്യങ്ങളുണ്ടായി. ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് വിസമ്മതിച്ചു. വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അതിന് താക്കീത് ചെയ്യുന്ന ലെറ്റർ വരെ അയക്കേണ്ടി വന്നു. പിന്നീട് അങ്ങനെ അന്നു മുതൽ തന്നെ സംശയത്തിന് ഇട നൽകുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങി. അതിനുശേഷം പിന്നീട് ഇതിന്റെ പ്രവർത്തനങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ഒരു ശൈലിയിൽ ഭരണഘടനയിലുള്ള ചില ക്ലോസുകളൊക്കെ മാറ്റം വരുത്തുകയും ആ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു നിലക്കും ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാകും. അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനിലയും മറ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാകും. ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല, അങ്ങനെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും അതുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങൾ, ചില കംപ്ലൈന്റുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ സമസ്ത ഔദ്യോഗികമായി ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ചു. വേറെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനും അദ്ദേഹവുമായി ആ കാര്യങ്ങൾ സംസാരിക്കാനും ഉന്നത നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അവർ പലവട്ടം ഇദ്ദേഹവുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ പലരും ഉണ്ടാകും, അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ആ സംസാരത്തിലൊന്നും ഒരു മറ്റു ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടു മറ്റു ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇദ്ദേഹം തീരെ ഒരു തരം നെഗറ്റീവായി, തീരെ സഹകരിക്കാത്ത ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയും ഒരു വേള ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം അവസാനം പറഞ്ഞത്, എന്റെ നിലപാട് അതാണ്, ഈ കുട്ടികൾ ഈ പഠിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതിന് വേണമെങ്കിൽ നിങ്ങളുമായി ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാണ്. സമസ്തയുടെ നേതാക്കളോടാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ടുന്നൊരു വിഷയമല്ലല്ലോ. ലോകത്ത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലും ഇല്ലാത്ത ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇപ്പോ ഡിഫൻസ് പഠനം അതിന്റെ വിദ്യാഭ്യാസത്തിലുണ്ടോ എന്ന് തോന്നുന്നു അല്ലെ. ബാക്കി വേറെ എവിടെയും നമ്മളിത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വാശി പിടിക്കുകയും അതിനുവേണ്ടി ഞാൻ ഒരു മുനാവറക്ക് വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് തുടങ്ങിയുള്ള ചില പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹവുമായി നേരിട്ടിരുന്ന് ചർച്ചയിൽ ഇനി വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ഉസ്താദുമാര്, നേതാക്കള് അത് മുഷാവറയിൽ ചർച്ച ചെയ്യുകയും പിന്നീടുള്ള സംസാരങ്ങൾ, പിന്നീടുള്ള ചർച്ചകളൊക്കെ രേഖാമൂലം എഴുത്തിലൂടെ ആക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കത്തിടപാടുകൾ നടത്തി. എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു കൃത്യമായ മറുപടി നൽകാതെ അതിൽ നിന്നൊഴിഞ്ഞു മാറുന്ന വിധത്തിലുള്ള മറുപടികൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി. അവസാനം മധ്യസ്ഥന്മാർ ഇടപെട്ടു. പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മധ്യസ്ഥനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് CACയുടെ പ്രസിഡന്റായി. അത് തുടങ്ങുന്ന സമയത്ത് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ്. പിന്നീട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായി. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ ആബിദ് ഹുസൈൻ തങ്ങൾ, മായിനാജി, സമസ്തയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇതിനുവേണ്ടി പിന്നീട് ചർച്ചയ്ക്ക് രണ്ടാമതൊരു സമിതിയെ തെരഞ്ഞെടുത്തത് 8 അംഗ സമിതിയായിരുന്നു. അവർ കൂടെ ഇരുന്ന് പലവട്ടം ചർച്ച ചെയ്ത് ഒരു 9 ഇന പദ്ധതികൾ, ഒരു 9 ഇന കാര്യങ്ങൾ രൂപപ്പെടുത്തി ഒരു ഫോർമുല തയ്യാറ് ചെയ്ത് അത് അവരും സമസ്തയും അംഗീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന് അവരോട് മധ്യസ്ഥന്മാർ ആവശ്യപ്പെടുമെന്നും സമസ്ത ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും സമസ്തയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാൻ പാടില്ല എന്നും
മധ്യസ്ഥന്മാർ ആവശ്യപ്പെടുകയും സമസ്ത അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരിക്കലും അതും അംഗീകരിക്കാൻ മറുപക്ഷം തയ്യാറായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരു തരം പരിഹാസ രൂപത്തിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. ഒരു വേള അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി തരുന്നത് ലെറ്റർ പേഡ് പോലും യഥാർത്ഥ ലെറ്റർ പേഡ് ആയിരുന്നില്ല. അതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്ന് പോലും അതിൽ എഴുതിയിരുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ അപ്പോഴും ചർച്ച മുറിച്ചിടാതെ വീണ്ടും ചർച്ച തുടർന്നു. അവസാനം മധ്യസ്ഥന്മാരുടെ ഇടപെടൽ കൊണ്ട് ഒക്കെ ആയിരിക്കാം അവസാനം അതിനൊരു കത്ത് യഥാർത്ഥ രൂപത്തിൽ തന്നു. പക്ഷേ അതിലും ഈ 9 കാര്യം അംഗീകരിക്കാതെ തുടക്കത്തിൽ അംഗീകരിച്ചു എന്ന് പറയുകയും പിന്നീട് ഈ 9 കാര്യത്തെ കൃത്യമായി മാറ്റിമറിച്ച് വക്രീകരിച്ചുകൊണ്ട് 7 കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുകയും ഒരിക്കലും മുഷാവറക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് മാറ്റിമറിക്കുകയും ചെയ്തുകൊണ്ട് എഴുതി തന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിട്ടും മറ്റേത് സംഘടനയാണെങ്കിലും പിന്നീട് ഒരു ചർച്ചക്കൊന്നും ഇരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സമസ്ത വീണ്ടും ഇവിടെ ഇനിയും ഒരു ഭിന്നിപ്പോ മറ്റോ ഉണ്ടാവാതെ ഈ ഒരു സംവിധാനം തുടർന്നു പോകണമെന്ന നല്ല ലക്ഷ്യത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാവുകയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിഷയം അറിയിക്കുകയും നമുക്കത് പരിഹരിക്കാമെന്ന നിലയിൽ വീണ്ടും വീണ്ടും ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ അതൊക്കെ നിഷ്ഫലമായി എന്ന് മാത്രമല്ല, അവസാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 10-ാം മാസം 9-ാം തീയതി മുഷാറ വിളിച്ചിരുന്നു. അതിന്റെ തൊട്ട് തലേന്ന് അവസാനത്തെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ഇവരുമായിട്ട്. ആ സിറ്റിംഗിന്റെ തൊട്ടു മുമ്പ് അവര് മുഷാവറയുടെ തീരുമാനം തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നാണ് അത് മുമ്പ് തീരുമാനിച്ചതാണ്. അത് നിലനിൽക്കുന്നു. അതിന് നേരെ എതിരായി ഈ ഇരുത്തത്തിന്റെ തൊട്ടു മുമ്പ് 8-ാം തീയതി അവർ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9-ാം തീയതി കൂടിയ മുഷാവറയിൽ ഇതിലൊക്കെ തങ്ങൾ സംസാരിച്ചു. അത് പിന്നെ അവർ തന്നെ ഇത് കേട്ടപ്പോൾ സ്തബ്ധരാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, ഉസ്താദുമാരിൽ നിന്ന് മനസ്സിലായത്. മുഷാവറയിൽ അവർ വിവരിച്ചതും അതാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 9-ാം തീയതി നടന്ന മുഷാവറയിലും ഒരു നെഗറ്റീവായി തീരുമാനം എടുത്തില്ല. ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കാമെന്ന് കരുതി, കാത്തിരിക്കാമെന്ന് കരുതി. പക്ഷേ പിന്നെയും ആ കാത്തിരിപ്പ് നിഷ്ഫലമായി. ഒരു നിലക്കും ഇത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ ഇക്കഴിഞ്ഞ മുഷാവറയിലാണ് അത് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയാൽ നമുക്ക് പുനഃപരിശോധിക്കാം, അല്ലാത്ത കാലത്തോളം ഇനി ബന്ധമില്ല എന്ന് പൂർണ്ണമായി തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ പേരിലാണ് ഇപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹം അതിന്റെ പേരിൽ വരികയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരുപാട് ആരോപണങ്ങൾ എനിക്ക് സംസാരിക്കാനോ എനിക്ക് ചർച്ച ചെയ്യാനോ എന്നെ കേൾക്കാനോ തയ്യാറായില്ല തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ അതെല്ലാം വാസ്തവവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരമാവധി ഇത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മുഷാവറയിലും അവസാനം ബഹുമാനപ്പെട്ട തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അല്ല ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞു, സാദിഖ് തങ്ങൾ വിളിച്ചിരുന്നു, നമുക്ക് ഇൻഷാ അല്ലാഹ് ആ 9 കാര്യങ്ങൾ അടങ്ങുന്ന ആ ഫോർമുല നമുക്ക് നടപ്പിൽ വരുത്താം, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ അത് നടപ്പിലാക്കി വന്നാൽ പുനഃപരിശോധിക്കാം എന്നുകൂടെ സമസ്ത യോഗത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും CIC-യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സാധിക്കരുതാണ്. അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഈ മധ്യസ്ഥ ചർച്ച നടക്കുന്നത്. തങ്ങളറിയാതെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് മറിച്ചും ചിന്തിക്കാലോ. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ അറിഞ്ഞുകൊണ്ടും സമ്മതത്തോടു കൂടെ ആണെങ്കിൽ പിന്നെ സമസ്ത നേതാക്കളുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അന്ന് ഇങ്ങോട്ട് വരില്ലല്ലോ. അന്നിങ്ങോട്ട് വരുന്നു, ഇവിടെ വെച്ച് ചർച്ച നടക്കുന്നു. അപ്പോ അങ്ങനെ വെറുതെ സമസ്തയുടെ നേതാക്കളെ ഒരു പരിഹസിക്കുന്ന സ്വഭാവം ഒരിക്കലും അവരുടെ ഭാഗത്തുണ്ടാവും നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതെ, അത് ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ മുഷാവറ കഴിഞ്ഞതിന് ശേഷം ബൈത്ത് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞു ഈ 9 കാര്യങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം, അത് നമുക്ക് ശ്രമിക്കാം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുനഃപരിശോധിക്കാം. അതൊക്കെ
അത് അന്ന് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ അപ്പുറം വല്ല പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വല്ല മാറ്റം ഉണ്ടാവുന്നതിന് മുഷാവറക്കാണ് അതിന്റെ പരമാധികാരം. അവർക്ക് പറയാൻ കഴിയും. മുഷാവറയിൽ വെച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ CIC അവരുടെ ലെറ്റർ പാഡിൽ ഒപ്പിട്ട് മറുപടി പാണക്കാട് തങ്ങൾ തന്നെ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇനി അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥയുടെ സംഘടനാപരമായിട്ടുള്ള വികസനം പറ്റില്ല, ആശയാദർശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അത് സിലബസിന്റെ കാര്യത്തിലാണെങ്കിലും സംഘടനയുടെ നടപടിക്രമത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയായിരിക്കും. അതുപോലെ സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇവരുടെ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള നിയമാവലിയുണ്ട്. അതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. ഈ ഒരു പ്രതി ഈ പാണക്കാട് തങ്ങൾ സമസ്തയ്ക്ക് തന്നിട്ടുള്ള ഉറപ്പാണല്ലോ ഇവിടെ ലംഘിക്കപ്പെടുന്നത്. സമസ്തക്ക് തന്ന ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് സമസ്തക്ക് തോന്നുന്ന സമയത്ത്, പൂർണ്ണമായി അങ്ങനെ ഇനി ഒരിക്കലും സാധ്യതയില്ലാത്ത വിധത്തിൽ ലംഘിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുന്ന സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കും. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ സെനറ്റിലുള്ള തീരുമാനം സമസ്തയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന ഒറ്റ വാക്കിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തന്ന ലെറ്റർ പേഡിന്റെ തുടക്കത്തിലുണ്ട് താനും. ലെറ്ററിന്റെ തുടക്കത്തിലുണ്ട്. അവിടെയാണ് വിഷയം. ഒന്നുകിൽ ഇന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഇന്നതൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാം എന്നായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചർച്ച കൊണ്ടുപോകാമായിരുന്നു. ഇത് ഒരു തരം കബളിപ്പിക്കൽ ഇതിലുണ്ട്. ആദ്യത്തില് സമസ്തയുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നു എന്നെഴുതുന്നു. അതിനുശേഷം മാത്രമല്ല, ആ സെനറ്റ് യോഗം കഴിഞ്ഞ ഉടനെ തന്നെ മധ്യസ്ഥന്മാരായ പുറത്തുള്ള ചില ആളുകളുണ്ട്. അവർക്ക് പോലും ആ ഒരൊറ്റ വാക്ക് എഴുതി അയച്ചിട്ടുണ്ട് ഇങ്ങനെ പോരെ എന്ന്. അപ്പൊ അവരൊക്കെ സന്തോഷിച്ചു. പക്ഷെ പിന്നെയാണ് ഇതിന്റെ താഴെ 7 കാര്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് എഴുതുന്നത്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം വരാം. ഒരു പക്ഷെ അത്ര സസൂക്ഷ്മം ബഹുമാനപ്പെട്ട തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ആ കാര്യം തങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സെനറ്റിലും സിൻഡിക്കേറ്റിലും പെൺകുട്ടികളെ അംഗങ്ങളാക്കുന്നതിനെ സമസ്ത പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. പക്ഷെ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളെയും അവിടുത്തെ വനിതാ കോളേജിലെ പ്രിൻസിപ്പൽമാരെയും ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളതാണ് CICയുടെ നിലപാട്. അതിലെന്താണ് അഭിപ്രായം? സമസ്തയിലെ ജമിയത്തുൽ ഉലമ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇപ്പൊ ഫളീല ഫാദില എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ പദ്ധതി വെറും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വഫിയ വന്നപ്പോഴും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇങ്ങനൊരു ആവശ്യം അത്യാവശ്യമാണ് എന്ന് സമസ്തക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സമസ്ത അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനി ഒരു ആവശ്യം ഒരു നിർബന്ധ സാഹചര്യം വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് സമസ്ത അതിനെപ്പറ്റി ആലോചിച്ചുള്ളൂ എന്നല്ലാതെ നിലവിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ ഞങ്ങൾ നേരിട്ട് നടത്തുന്ന സംവിധാനമാണ് ക്രസന്റിൽ. അവിടെ സമസ്ത നേരിട്ടുള്ള ക്യാമ്പസ് നടക്കുന്നു. അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, പെൺ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിന്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ബഹുമാനപ്പെട്ട മുഷാവറ വിഷയത്തിൽ ആവശ്യമായ തീരുമാനം നമ്മുടെ ചട്ടക്കൂടുണ്ട്. സമസ്തക്ക് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതിൽ നിന്ന് അത് തീരുമാനമെടുക്കും. അവർ പറഞ്ഞ ഞാൻ രണ്ട് സംഘടനകളാണ്. അപ്പൊ ഒരു സംഘടന മറ്റൊരു സംഘടനയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ രണ്ട് സംഘടനാ രീതിയിൽ സ്വന്തമായി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അല്ല, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ഞങ്ങള് ഇതുവരെ അതിപ്പോ അദ്ദേഹത്തിന്റെ ഈ പത്രസമ്മേളനത്തിൽ നിന്നൊക്കെ വീണ്ടും നമുക്ക് മനസ്സിലായി, മുമ്പും അദ്ദേഹം അത് പറയാറുണ്ട്. എന്നാൽ അത് ഞങ്ങൾക്ക് സമസ്തയുമായി ഒരിക്കലും ഈ നിലക്ക് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി എഴുതി തന്നാൽ അതിനനുസരിച്ച് നമുക്ക് പിന്നെന്തിനാണ് സമസ്തനെ പിന്നെയും വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാ, സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറുമില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകൾ, സമസ്ത ഒരു മതപരമായ സംഘടനയാണല്ലോ. ഇത് സമൂഹത്തിന്റെ വിശ്വാസത്തെ അതിന്റെ തനിമയോടെ നിലനിർത്താൻ വേണ്ടി 100 വർഷം മുമ്പ് അതിന് ചില ഭംഗം വന്ന സമയത്ത് രൂപീകൃതമായൊരു സംഘടനയാണ്. ആ സംഘടന അതിന്റെ ദൗത്യം അത് നിർവഹിക്കേണ്ടതുണ്ട്. സമസ്ത അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലയിൽ
ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അതിന്റെ ഒരു ഉത്തരവാദിത്വം സമസ്തക്കുണ്ട്. അത് സമസ്തയെ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറുള്ളതിനല്ലേ ആ അംഗീകാര സമസ്തക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എത്ര കണ്ട് ചെയ്യാൻ കഴിയും, അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വരികയാണ് വേണ്ടത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് അംഗീകരിക്കുന്നു പറയാം, ഒരു ഭാഗത്ത് അതിനെ വക്രീകരിക്കുക, അതല്ലല്ലോ വേണ്ടത്. ആശയപരമായി മാത്രമേ പറ്റൂ എന്ന് പറയുന്നത്. ആശയപരമായി സുന്നത്തിയമായത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. അതെ. അപ്പോ സംഘടനാപരമായി സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പൊ സമസ്ത ഇതിപ്പോഴത്തെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല. അവരവരുടെ സ്വതന്ത്ര രൂപത്തിൽ പോകുന്നതിന് നമുക്ക് വിരോധമല്ല. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികൾ ഉണ്ടല്ലോ, അവർ പോയിക്കൊള്ളട്ടെ. അത് ഏത് സിലബസിൽ മാത്രമാണോ, അല്ല ഈ നേരത്തെ പറഞ്ഞ സെനറ്റിലും സിൻഡിക്കേറ്റിലും പെൺകുട്ടികൾ വരിക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഹക്കീം ഫൈസി പലപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്, എന്തെങ്കിലും വിദ്യാർത്ഥി എന്താ. അതിനിപ്പോ ഞങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഇന്നലെ പരസ്യമായി പറഞ്ഞല്ലോ സമസ്തയുടെ യാഥാസ്ഥികത്വം മാറണമെന്ന്. ഏതാണ് ഈ യാഥാസ്ഥികത്വം? അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ ഒരു സുന്നി സംഘടന, അദ്ദേഹം സുന്നിയാണ്, സമസ്തക്കാരനാണ് എന്നൊക്കെ പറയുന്നു. ഒരു സുന്നി സംഘടനയ്ക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി സമസ്ത ചെയ്യുന്നില്ലേ? സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുന്നിൽ സമസ്തയില്ലേ? എല്ലാ നിലക്കും ഭൗതിക വിദ്യാഭ്യാസം, ലൈഫ് തുടങ്ങി. ഇപ്പൊ നമ്മുടെ SNECയുടെ കീഴിൽ ലൈഫ് ഉണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ നീറ്റ് കോച്ചിങ് അടക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണത്. അങ്ങനെ വളരെ വിപുലമായി എത്രയോ കാലങ്ങളായി ഈ വഫിയ വന്നപ്പോൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് കുട്ടികളെ അങ്ങോട്ട് ചേർത്തിരുന്നത്. SKSSFന്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് ഇതിന് പരസ്യം നടത്തിയിരുന്നത്. നമ്മുടെ ഖത്തീബന്മാര് പള്ളിയിൽ പറഞ്ഞ് അതിനൊക്കെ ഔദ്യോഗികമായി തന്നെ സമസ്തയുടെ കീഴ്ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാ പ്രചരണവും നടത്തിയത്. ഇതൊക്കെയാണല്ലോ പുരോഗമനം എന്ന് പറയുന്നത്. എന്നാൽ ആ പുരോഗമനത്തിൽ സമസ്ത ഒരു കുറവും വീഴ്ചയും വരുത്തിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും സമസ്തയുടെ മേൽ ആരോപിക്കുന്ന ചില ആരോപണങ്ങൾ, അത് ഇവിടുത്തെ മൗദൂദികളും ഇവിടുത്തെ വഹാബികളും മുജാഹിദുകളും ഒക്കെ ആരോപിക്കുന്ന യാഥാസ്ഥികരാണ് എന്ന്. എന്നാൽ പാരമ്പര്യമായി ഇസ്ലാം അതിന്റെ ആ പ്രവാചകരിൽ നിന്ന് കിട്ടിയ ആ പാരമ്പര്യമാണ് തനിമ. ആ ദീൻ നിലനിർത്തണം. എന്നാൽ കാലോചിതമായി ആ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ സമസ്ത ഓരോ കാലഘട്ടത്തിലും അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറി ഈ വാക്കിൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും. രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒരു മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മരിച്ചു പോകുമ്പോൾ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ 100,000-ൽ പരം അനുചരന്മാരുണ്ട്. ഇതിൽ ഒരാളാണ് ഇസ്ലാമിന്റെ ഭരണാധികാരിയായത്. സ്വാഭാവികമായി ഒരു രാഷ്ട്രമാകുമ്പോൾ ഒരു ഭരണാധികാരി ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം അനുയായികൾ, സഹാബത്ത് എന്ന് പറയുന്ന നമ്മൾ അനുചരന്മാര് ഈ പള്ളിയിൽ നിന്ന് ദിക്ർ ചെല്ലാനും ഖുർആൻ ഓതാനും ഒന്നല്ല കൂടുതൽ മുൻഗണന നൽകിയിരുന്നത്. അദ്ദേഹം അവർ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരുന്നു, അവർ ഖലീഫയാവുകയായിരുന്നു എന്ന്. ഈ നിലയ്ക്ക് ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ്, ഒരു തരം മതരാഷ്ട്രവാദത്തെ ഒളിച്ചു കിടത്തലാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ഇതിനൊന്നും സമസ്തക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. അത് ഇവിടെ പറയേണ്ട വിഷയങ്ങളല്ല. ഇവിടെ എന്നിട്ട് ഈ രാഷ്ട്രീയത്തെ ഇവിടെ ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില അത്തരം കാര്യത്തിൽ അവരൊക്കെ പരിഹസിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോ ഇതൊക്കെയാണോ ഈ യാഥാസ്ഥികത എങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് പോകാൻ കഴിയും. ഇല്ല ഇല്ല. വേറൊരു വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംസ്ഥയിലില്ലാത്തൊരു വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സമസ്തക്കാണെങ്കിൽ SNEC എന്ന് പറഞ്ഞിട്ട് സമാന്തരമായിട്ട് വേറൊരു, സമാന്തരമായിട്ടല്ല, സെപ്പറേറ്റ് നിങ്ങളുടേതായിട്ടുള്ള വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സംസ്ഥാന രീതിയിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും? വേറൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകല്ലേ? ഓക്കെ, ഒന്ന് സംസാരത്തിൽ വന്നതുകൊണ്ട് പറയാണ്. SNEC എന്ന് പറയുന്നത് ഇതിന് സമാന്തരമായിട്ട് ഉണ്ടാക്കിയതല്ല. 85ാം വാർഷികത്തിൽ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് പ്രഖ്യാപിച്ച ഒരു സംവിധാനമാണ്. സാഹചര്യങ്ങൾ അതിന് ചില ഓക്കെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പോവാം.
പക്ഷെ സമസ്ത ഇങ്ങനെ ഈ മധ്യസ്ഥന്മാരുടെയും ഇതുവരെയുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തുടരണമെന്ന ഒരുപാട് ആളുകളുടെ ആഗ്രഹം അനുസരിച്ച്, മാത്രമല്ല സമസ്തയുടെ ആശയാദർശങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടേ നടത്താവൂ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരമുള്ള പല സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ സമസ്ത വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ നിർബന്ധിതരാണ്. അത് സമസ്ത തീരുമാനം പറഞ്ഞു. അദ്ദേഹം ഇതുവരെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതനുസരിച്ചും ഇത് അംഗീകരിച്ച അയാൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ വേണ്ട, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും, സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതിനു പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്ത എനിക്ക് അവസരം തന്നില്ല എന്ന് പറയുകയും സമസ്തയിൽ ശുദ്ധീകരണം വേണം എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതരായി. അത്രേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഇനി അതിന്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇല്ലാതിരുന്നാൽ മതി. മതരാഷ്ട്രവാദവുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യാൻ പറ്റില്ല സമസ്തക്ക്. അപ്പോ പിന്നെ അങ്ങനെയുള്ള ഒരു സംഘടനയെ ഹക്കീം ഫൈസി അധ്യക്ഷരി മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു ആളുകളായിട്ട് എന്തിനായിരിക്കും സാദിഖലി തങ്ങൾ ഇത്തരം നിരന്തരം മധ്യസ്ഥത്വം അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റായി തുടരാനും ശ്രമിക്കുന്നത്? അത് ഇരുതോണിയിൽ കാലുവെക്കുന്ന ഒരു ഏർപ്പാടല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഈ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളും സമസ്തയുടെ നേതാക്കളൊക്കെ കൂടി ഉണ്ടാക്കിയ വലിയൊരു സംവിധാനമാണ്. അതിന്റെ വഴിക്ക് അവർക്കത് സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ പാടില്ല. അവരെ പരമാവധി ഒപ്പം നിർത്തി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അറിഞ്ഞൊരു തീരുമാനം എടുത്തതിന് ശേഷം മുഷാവറ ഖണ്ഡിതമായി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതയ്ക്ക് സാദിഖലി തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ആ വിഷയത്തിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയാം, നമ്മൾ രണ്ട് വിഷയമാണ് ഇതിലുള്ളത്. ഞങ്ങൾ ഇത് സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു മതസംഘടനയാണ്. സമൂഹത്തിന് മതപരമായ ഡയറക്ഷൻ നൽകലാണ് നമ്മുടെ ഉദ്ദേശം. സമസ്ത അംഗീകരിക്കുന്നു എന്ന നിലയിൽ ആരെങ്കിലും അതിൽ പോയി എന്തെങ്കിലും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ മതത്തിനോട് യോജിക്കാത്തൊരവസ്ഥയിലേക്ക് പോയാൽ അതിന് സമസ്ത ഉത്തരവാദിയല്ല. ഒന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് സൃഷ്ടാവിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. നമ്മുടെ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു. നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ നേതാക്കളും കമ്മിറ്റികളുമാണ്. അവരത് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ടത് മുഷാവറ ചെയ്യേണ്ടത് ചെയ്തു. അത് എന്ന് ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. അതെ, ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ വളരെ വേദനയോടുകൂടെ ഞങ്ങൾക്ക് അതുമായുള്ള ബന്ധം തുടരാൻ പ്രയാസമുണ്ട്. പരിപാടിയുടെ എല്ലാ ഇതും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുക. അടുത്ത മാസം എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിലൊക്കെ അവർ പ്രചാരകരാവുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്ന ലീഗ് നേതൃത്വത്തിലെ വിഭാഗത്തിന് വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള സുന്നി പ്രവർത്തകരായ ഒരു കാട്ടുന്ന ഒരു ഇരട്ടത്താപ്പല്ലേ? അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൽ സമസ്തക്കാർ മാത്രമല്ല ഉള്ളത്, എല്ലാവരും ഉണ്ട്. അത് ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ. അതിലും വഹാബികളുണ്ട്, അല്ലേ? എല്ലാ ആശയക്കാരും ഉണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് ഇതിനെയും ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് അതിനെ സംഘടനാപരമായി വിമർശിക്കാൻ കഴിയുമോ? സമസ്തയിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരുമുണ്ട്, അതിന് വിമർശിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിൽ സമസ്തക്കാരും അല്ലാത്തവരുമുണ്ട്. അവരതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളാൻ നമുക്കതിനെ വിമർശിക്കാം. പക്ഷെ സമസ്തയും ഇത് മുസ്ലിം ലീഗുമായി ഇതുവരെ അനുവർത്തിച്ചു വന്ന ഒരു സൗഹൃദ ബന്ധമുണ്ട്. അതിന് വീഴ്ച വരുത്താതെ സൂക്ഷിക്കൽ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാം. ആരാണ് പിന്തുണ കൊടുക്കുന്നത്? നമുക്ക് പൊതുവിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം, ആര് പറഞ്ഞാലും അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലാത്ത ഒരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മധ്യസ്ഥന്മാരൊക്കെ പല രൂപത്തിൽ പലതും അംഗീകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വാസയോഗ്യമായി തന്നെ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇത് ഇനിയും ഇത്രയും വലിയൊരു സംവിധാനം, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥിനികൾ
ഇവരെ ഇനിയും ഏതെങ്കിലും വിധത്തിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കൽ സമുദായ നേതാക്കൾ എന്ന നിലയ്ക്ക് ചിലർക്കൊക്കെ ബാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ അതിനെ കാണുന്നു. അത്രയാ വിഷയത്തിൽ. അങ്ങനെ നമുക്കതൊന്നും പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. ലീഗിൽ ഏത് വിഭാഗം വന്നാലും അവർക്ക് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ഗുണങ്ങൾക്ക് വേണ്ടി, പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിന്റെ ഭരണഘടന അനുസരിച്ച് ആർക്കും അതിൽ അംഗമാവാം. അവര് മുസ്ലിം ലീഗ് ആ ഒരു അർത്ഥത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല. അതാണ് പിന്നെ ഉള്ളത്, സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു സംഘടന ഇത്രയും കാലമായി പരസ്പരം അറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചും ആണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം നിലനിർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് അതെ. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാര്യം എന്ന് പറയുമ്പോൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ SYSന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റാണ്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചില അളവുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വരും. അവിടെ നിന്ന് നമുക്കങ്ങനെ അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും, അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹത്തെ നിയന്ത്രിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ പരമാവധി ആ ഒരു നല്ല ഒരു ചാനൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി ഒരു സംഘടന എന്ന നിലക്ക് ക്ഷമിച്ചു അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോഴാണ് സമസ്ത അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്നാലും സാദിഖ് അലി തങ്ങളുടെ വാക്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അവർ നല്ല നിലക്കാവട്ടെ. അതിന് ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് സമസ്ത തയ്യാറാണ്. പക്ഷെ സമസ്തയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് വരണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാറില്ല. അതല്ലേ പറഞ്ഞു, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പലവട്ടം നേരിട്ട് ചർച്ച. അതായത് സമസ്ത ചില കംപ്ലൈന്റുകൾ സമസ്തക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടും വേറെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടു. ഇതൊക്കെ പരിഹരിക്കാൻ ചർച്ച ചെയ്യാൻ സമസ്തയുടെ സ്വഭാവം അതാണ്. സമിതിനെ നിശ്ചയിക്കും. 7 അംഗ സമിതിയെ നിശ്ചയിച്ചു. അതിൽ പ്രസിഡന്റ് അടക്കമുണ്ട്. അങ്ങനെ അവര് ഒന്നിലധികം പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, ഞാനുമായി അയാൾ ഒറ്റക്ക് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് ചില വിഷയത്തെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അവസാനം അതെന്റെ നിലപാട് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതാവുകയെന്നല്ലാതെ ചർച്ചയിലേക്ക് വരിക, ആ ചർച്ചയിൽ ഒരു മസ്ലഹത്തിന്റെ ഭാഗത്തേക്ക് വരിക എന്നുള്ളൊരു സ്വഭാവം കാണാറില്ല. ഇത് ഈ ഉസ്താദുമാരുമായുള്ള ചർച്ചയിലും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വിവാഹം കഴിച്ചാൽ പിന്നെ പഠിക്കാൻ വേണ്ട തടയുന്നൊരവസ്ഥയുണ്ടല്ലോ. ആ വിഷയത്തിൽ എന്റെ ഭാഗം 100% ക്ലിയർ ആണ്. അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു മുനാവറ എന്ന് അറബിയിലാണ് പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് ഈ ചർച്ചയ്ക്ക് ചെന്ന സമസ്തയുടെ ഉന്നത നേതാക്കളോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ പറയാണ്. പിന്നെ അങ്ങനെ ഒരു ചർച്ചയിൽ വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കത്തിടപാടിലൂടെ, അത് ഒരു വട്ടമല്ല എത്രയോ വട്ടം കത്തിടപാടുകൾ നടന്നു. ഈ കത്തിടപാടുകളിലൂടെയുള്ള വിശദീകരണങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ എല്ലാം അന്വേഷിച്ചു. പിന്നെ പൊതുവിൽ ഈ ഒരു ചർച്ച ഇനി ഇങ്ങനെ തുടരുന്നതിൽ യാതൊരു ഒരു കുറെ ചർച്ച ചെയ്യുമ്പോണ്ടല്ലോ കുറച്ചെങ്കിലും ഒക്കെ ഒരു എത്രത്തോളം എന്ന് പറഞ്ഞാൽ കമാൽ പാഷയുടെ ഒരു വിഷയം വന്നു. അവസ്ഥക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഒരു അഡ്വൈസറി ബോർഡിൽ എടുക്കുക എന്നുള്ള സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. സമസ്ത ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ച് അതിനെ നിരാകരിച്ചുകൊണ്ട് മറുപടി വരുന്നു. എന്നാൽ അതിനുശേഷം വേറെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഈ ചർച്ചയിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലക്ക് ഒരു ചെറിയ ഷോക്ക് എന്ന നിലക്ക് അങ്ങനെ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. മതരാഷ്ട്രവാദികളായിട്ട് സമസ്ത കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ഹക്കീം ഫൈസിക്ക് നല്ല ജമാഅത്തെ ഇസ്ലാമിയാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. പല കാരണങ്ങളാൽ അങ്ങനെ സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു യൂസുഫ് അസ്ഹരി എന്ന് പറയും, അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാഅത്തിന്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത്. അപ്പൊ ഒരു ആ ജമാഅത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് അദ്ദേഹം ജമാഅത്തിന്റെ പരിപാടിക്ക് പോവാറുണ്ട്. ഇങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ട്. അതിന് പ്രസിഡന്റ് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളതിന് പറയണ്ട.
CIC-യുടെ പാപങ്ങളായിട്ട് സമസ്തക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ? സമസ്ത നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നിസ്സഹകരണമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. ആശയപരമായി ഞാൻ പറഞ്ഞു, പല വിഷയത്തിലും ആശയപരമായ ഒരു ഒളിച്ചുകടത്തൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. ഈ ഒളിച്ചുകടത്തൽ കൃത്യമായി നിർവഹിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം സമസ്തയെ തകർക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ചില ഏറ്റവും അടുത്ത ആളുകളോട്, ബഹുമാനപ്പെട്ട എം ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമസ്തയെയും ലീഗിനെയും നമ്മൾ രണ്ടാക്കണം, തെറ്റിക്കണം, സമസ്തയെയും പണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത് അവരിൽപ്പെട്ട വാഫികളായ ഇപ്പോൾ വാഫികളായി അദ്ദേഹത്തോട് താല്പര്യമില്ലാത്ത പലരും നമ്മളോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളും അതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളോടും മറ്റൊക്കെ അദ്ദേഹം പറയുന്ന ഓരോരോ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ ഈ ഒളിച്ചുകടത്തൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഉപോത്ബലകമായ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് അഖില ലോക സുന്നി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സമസ്ത രൂപീകൃതമായത് തന്നെ സമസ്തയുടെ ഒരു നിലപാട്. ഇപ്പോ പൊതുവിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരായിട്ടും സഹകരിക്കും. എന്നാൽ ആശയപരമായി സമസ്ത ഉൾക്കൊള്ളുന്ന ആ ഒരു തനിമ നിലനിർത്തുന്ന ഒരാശയമുണ്ട്. ആ ആശയത്തോട് എതിര് നിൽക്കുന്ന ആളുകളുമായി അകലം പാലിക്കണം എന്നത് നമ്മുടെ ഒരു നിലപാടാണ്. അത് ഇപ്പൊ തുടങ്ങിയതല്ല എന്നും. എന്നാൽ നമുക്ക് ഒരാൾ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായി പോകാൻ പാടില്ല എന്നൊന്നുമില്ല. അതേ സമയത്ത് ഒരു ആശയപരമായുള്ള ആ ഒരു അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു അകലം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ നിലപാട്. അതായത് ഇങ്ങനെ ഒരു സഭ എവിടെയാണുള്ളത്? ഓരോ എല്ലാ ഭാഗങ്ങളിലും പ്രധാനമായും നല്ലൊരു പണ്ഡിതനുണ്ടാവും. ആ പണ്ഡിതന്റെ ശിഷ്യന്മാരും മറ്റൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈജിപ്തിലൊക്കെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന അസ്ഹർ പോലത്തെ ഉണ്ടാവും. ഇവിടെയുള്ള അസ്ഹറിലെല്ലാ തരം ആളുകളുണ്ടാവും. അതേ സമയത്ത് അതിന്റെ ഷെയ്ഖുൽ അസ്ഹർ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും അതിന്റെ പ്രധാന അംഗങ്ങളൊക്കെ സമസ്ത അംഗീകരിക്കുന്ന അതേ തരത്തിലുള്ള ലൈനിലുള്ള ആളുകളാണ്. അവരൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അവരായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ഇപ്പൊ ഞാൻ SNEC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഈജിപ്തിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഇപ്പൊ അടുത്ത് കേരളം സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഷയത്തിലൊക്കെ ഞങ്ങൾ പലരുമായി ഇടപെടാറുണ്ട്. അതേസമയത്ത് ഈ സമസ്ത ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കേരളത്തിൽ ഈ സമസ്തയുടെ ശക്തമായ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് ഈ പുത്തനാശയങ്ങളോടും ഇത്തരത്തിലുള്ള തീവ്രവാദ സമീപനങ്ങളോടൊക്കെ ഒരു വെറുപ്പ് സമൂഹത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. മലപ്പുറത്തൊരു ഓവർപൈസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ അതിലിങ്ങനെ ചർച്ച സാലിഖ് തങ്ങളുടെ നേതൃത്വത്തിൽ വെച്ചിരുന്നു. പക്ഷെ അതിൽ ഒരു വിഭാഗം എത്തിയില്ല. അന്ന് സാലിഖ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ വരുന്നില്ല എന്നത് ധിക്കാരപരമാണ് എന്നായിരുന്നു. അപ്പോ ഞാൻ നേരത്തെ പിന്നെ മുറ്റുമാഷും പറഞ്ഞു, ഞാനും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങള് സമസ്ത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന വിഷയമാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് കർശനമായ നിർദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതിന് അവരോട് ചോദിക്കണം. ഞങ്ങൾ ആ വിഷയത്തിൽ ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ അതിന് മറ്റൊരു അവസരത്തിൽ അതിന് അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. 24 കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ കാര്യം ഉൾപ്പെടെ ആ വിവാഹത്തിന്റെ നിയമം ഇല്ലാന്ന് പറയുന്നത്, വിവാഹം കഴിക്കരുതെന്ന നിയമമില്ല, അത്തരം നിയന്ത്രണങ്ങളൊക്കെ മാറ്റി ഈ 9 കാര്യത്തിൽ 1-2 കാര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ കാര്യം സമസ്ത ആവശ്യപ്പെട്ട ലെറ്ററുകൾ ഉണ്ടല്ലോ, ആവശ്യപ്പെട്ട ലെറ്ററുകൾ കൊടുത്തു, അതിന് തന്ന മറുപടി ഒക്കെ നെഗറ്റീവാണ്. അതിന്റെ ഒക്കെ രേഖകളൂടെ ഉണ്ട്. ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഈ 9-ലും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഇതാണ് യഥാർത്ഥം. ആവശ്യം വരുമ്പോൾ നമുക്ക് അതിന്റെ ഒക്കെ രേഖ പുറത്തു വിടാവുന്നതാണ്. എല്ലാ ബന്ധവും ഒഴിവാക്കി എന്ന് പറയുമ്പോഴേ സമസ്തയുടെ കീഴിലുള്ള ചില കോളേജുകൾക്കും മാർക്കസ് വളാഞ്ചേരി മാർക്കസ് ഉൾപ്പെടെ CIC അഫിലിയേറ്റഡ് ആണ്. ആ ബന്ധം തുടരും. അത് നമ്മളന്ന് ആ വിഷയത്തിൽ ചർച്ച ചെയ്തത് അത്തരം വിഷയങ്ങൾ എങ്ങനെ ഇനി കൈകാര്യം ചെയ്യണം, പെട്ടെന്ന് നിർത്തി ഇനിയൊരു പ്രയാസം ഉണ്ടാക്കാത്ത വിധത്തിൽ അതെങ്ങനെ ഇനി അവസാനിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിന് ഒരു സമിതി രൂപീകരിച്ചിട്ട് ചർച്ച തുടരാം എന്ന്. അത് കൃത്യമായി എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഏകദേശം ഒന്നുപോലെ സമസ്ത നേരിട്ട് നടത്തുന്നത് അങ്ങനെ ഇല്ല. സമസ്ത വളാഞ്ചേരി
മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് വളാഞ്ചേരി മർക്കസുള്ളത്. പിന്നെ ചില ആധാരങ്ങൾ സമസ്തക്കനുസരിച്ചേ പോവാവൂ എന്ന് രേഖപ്പെടുത്തിയതുണ്ട്. ചില ആധാരങ്ങളിൽ ജനറൽ ബോഡി തീരുമാനിച്ചാൽ പോലും അതിനെ മറികടക്കാൻ മുഷാവറക്ക് അധികാരമുണ്ട് എന്ന് എഴുതി വെച്ച ഭരണഘടന പോലും ഉണ്ട്. അപ്പൊ അതൊക്കെ ഇനി ചർച്ചയിലൂടെ പരിഹരിക്കാം. നമ്മൾ പെട്ടെന്ന് ചെന്ന് അതൊക്കെ ഇതാക്കുന്ന ഒരു അവസ്ഥ ഏതായാലും ഉണ്ടാവില്ല. നമുക്കത് ചർച്ചയിലൂടെ പരിഹരിക്കാം. CEC-ന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഭരണഘടനയുണ്ടോ? അതായത് ഇവരുടെ മൊത്തത്തിലുള്ള ജനറൽ ബോഡി തീരുമാനിച്ചാൽ പോലും മുഷാവറ ഒരു തീരുമാനം എടുത്താൽ അതിന് മറികടക്കാൻ പറ്റുന്നു? അല്ല, അതൊക്കെ ആകെ സമസ്തക്ക് അതില് ഇത് ഉണ്ടായിരുന്നു, ക്ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ എടുത്തു മാറ്റുകയാണല്ലോ ചെയ്തത്. ഈ ലഡു വിതരണത്തിലെ ഈ കുട്ടിയോട് ക്യാമ്പസിൽ ലഡു വിതരണം ചെയ്തെന്ന് പറയുന്നത് 2014 നമ്മുടെ ജോസഫ് മാഷിനെ കൈവറ്റിയപ്പോഴാണ് അത് അങ്ങനെ ഒരു ലഡു വിതരണം അവിടെ നടന്നിട്ടില്ല. മുപ്പത്തി പ്രമേഹമാണെന്നാണ്. അപ്പോ എന്തായാലും ഒന്ന് ഞാൻ ഒറ്റ കാര്യം അതിൽ പറയുന്നുള്ളൂ. പിന്നെ ഈ ആള് അധികം താമസിക്കാതെ ആ സ്ഥാപനത്തിൽ നിന്ന് പോവേണ്ടി വന്നിട്ടുണ്ട്. അധികം താമസിക്കാതെ ഈ കോഴ്സും അവിടെ നിർത്തലാക്കിയിട്ടുണ്ട്. 8 വർഷമായി വാഫി കോഴ്സ് അവിടെ നിന്ന് പിൻവലിച്ചു മറ്റൊരു കോഴ്സാണ് നടത്തുന്നത്. ഇനി നിങ്ങൾ അന്വേഷിച്ചോളൂ. ലഡു വിതരണം നടന്നിട്ടുണ്ടെന്ന് ഞാൻ അതെ, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണ്ട. അതായത് ഒന്നുറപ്പാണ്, വേറൊരു വിഷയം കൂടിയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം അവിടെ നിന്ന് മാത്രമല്ല പല സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലെ പോരേണ്ടി വന്നാളാ. പുറത്താക്കി എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല. അപ്പൊ അത് അല്ല പുറത്താക്കിയതല്ല എന്ന് പറയാലോ. പോരേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. അതായത് സമസ്തയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ ശംസുൽ ഉലമ എന്ന് നമ്മൾ പറയുന്ന സമസ്തയുടെ ശില്പി, അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പോലും വളരെ മോശമായി ഈ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും ഇടയിൽ പറയുന്ന, അതിനുശേഷം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പോലത്തെ വളരെ സാത്വികരായ ആളുകളുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ മ്ലേച്ഛമായി പറയുകയും എന്നിട്ട് അതിനെ സംബന്ധിച്ച് വാഫികളായ പിന്നെ പണ്ഡിതന്മാർ അബ്ദുൽ ഹക്കീം ഫൈസിയോട് അവലാതി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൂടിയാണ് അദ്ദേഹം. അതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഗതിയായി. അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകനായി നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ, എന്തിനാന്നുള്ളത് അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. അത് ഞാൻ കൂടുതൽ പറയേണ്ടതല്ലോ. അതുതന്നെ അവിടുന്ന് അധികം താമസിക്കാതെ അത് മാറ്റം ചെയ്തല്ലോ. ഇപ്പോഴും സമസ്തയുടെ SYSന്റെ കീഴിലാണ്. അവിടെ എന്തുകൊണ്ടാ കോഴ്സ് മാറ്റി? അവിടെ വേറെ പലരെയും കൊണ്ടുവന്ന് സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരെയും കൊണ്ടുവന്ന് ക്ലാസ് നടത്തി. അപ്പൊ അങ്ങനെ ഒരിക്കലും ഇത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോഴല്ലേ മാറ്റിയത്. അത് ഞാൻ ഇപ്പൊ പറയേണ്ടതില്ല. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെ മലപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചത് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ മുഷാവറിനെ കൊച്ചാക്കലല്ലേ. മുഷാവറ എന്ന് പറഞ്ഞാല് ഒരു വളരെ ഇത്രയും ആലോചിച്ച് ഇത്രയും വട്ടം 4 വർഷമാണ് ഈ വിഷയം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടുള്ളത്. അനൌദ്യോഗികമായി ഒരുപാട് വട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങിയത് 18/1/2021 അന്ന് തുടങ്ങിയ ചർച്ച ഇപ്പോഴൊരു തീരുമാനമാണ്. പലവട്ടം ആലോചിച്ച് ഇത്രയും ആളുകൾ കൂടിയിരുന്ന് പലവട്ടം ആലോചിച്ച് സമിതി നിശ്ചയിച്ച് 7 സമിതിനെ എന്തിനാ നിശ്ചയിക്കുന്നത്? അവര് വന്ന് അതിന്റെ റിപ്പോർട്ട് തന്ന് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ സമസ്തയിൽ അങ്ങനെ ഒരാൾ വിചാരിച്ചു നടപ്പിലാക്കാൻ കഴിയില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതിലൊന്നും യാതൊരു ഞാൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ശരിയല്ല. മുഷാവറ കഴിഞ്ഞപ്പോ ഞാൻ മൂപ്പരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ബഹാവുദ്ദീൻ, ഞാൻ കേരളത്തിൽ ഞാൻ ദുബൈയിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു വട്ടം പോലും അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിട്ടില്ല. ദുബൈയിലായിരിക്കുന്ന സമയത്ത് ഇവരുടെ അവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. അടുത്ത കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു. പുലിക്കണ്ണിയിൽ വെച്ച് അതിന്റെ മുമ്പ് ഒരു വട്ടം അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ വന്ന് കുറെ സംസാരിച്ചു. ആ സംസാരത്തിന്റെ ശൈലിയിൽ ചില സംശയങ്ങൾ എനിക്ക് തോന്നി. അതിനുശേഷം പുലിക്കണ്ണിയിൽ വെച്ച് സമസ്തയെ വ്യംഗ്യമായി ആക്ഷേപിക്കുന്ന ഒരു പ്രസംഗം നടത്തി. തൊട്ടടുത്ത് എന്റെ പ്രസംഗമായിരുന്നു. ഞാൻ അതിനൊക്കെ ഗണ്ണിച്ച് സംസാരിച്ചു. പിന്നെ എനിക്ക് സംശയമായി, ഇദ്ദേഹം ഈ പറയുന്നതൊന്നല്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി വിശദമായി സംസാരിച്ചു. വളരെ വിശദമായി. ഇതിന് പലവട്ടം ഇതിന്റെ ചർച്ചയിൽ ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവരുമായൊക്കെ നേരിട്ടും ഫോണിലൊക്കെ ആയി സംസാരിച്ചപ്പോഴാണ് ഈ പറയുന്നതൊന്നല്ല, സമസ്ത വളരെ നിഷ്പക്ഷമായും വളരെ ആത്മാർത്ഥമായാണ് ഇതിൽ ഇടപെടുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അല്ലാതൊന്നും വെറുതെ എന്തെങ്കിലും കൊണ്ടൊന്നും മാറുന്ന ആളുകളൊന്നല്ല ഞങ്ങളാരും.
അതൊക്കെ ഒരാൾക്ക് വിരോധം ഉണ്ടെങ്കിൽ അതൊന്നും സമസ്ത മുഷാവറയിൽ വെച്ചിട്ട് പാസ്സാക്കി എടുക്കാനൊന്നും കഴിയില്ല. പല പണ്ഡിതന്മാർക്കും പുരോഗമനമായ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏത് പുരോഗമനാണ്? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇനിയും ഇൻഷാ അള്ളാ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പുരോഗതിയും സമസ്ത നടത്തും. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ചട്ടക്കൂട്ടുണ്ട്. പുരോഗമനം എന്ന് പറഞ്ഞിട്ട് എല്ലാം പൊളിച്ചടക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടേതായ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോ സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ സമസ്ത ചെയ്യുന്നില്ലേ? എന്ന് പറഞ്ഞ കുറച്ച് ജമാഅത്തേനെ വിചാരികളൊക്കെ ഉൾപ്പെടുത്തണം എന്നാണോ? അതാ ഞാൻ പറഞ്ഞത്, ഒളിച്ചു കടത്തുക. പെട്ടെന്ന് പറഞ്ഞാൽ ദൂർത്തിനെയാണ് എതിർത്തെന്നാ തോന്നുക. പക്ഷെ അദ്ദേഹം ദൂർത്തിനെയല്ല പറഞ്ഞത്, ഒരു മിഠായി വിതരണം ചെയ്താൽ പോരെ എന്നാ പറഞ്ഞത്. മിഠായി വിതരണം ചെയ്താൽ പോരെ, ഭക്ഷണം കൊടുക്കുന്നത് വെറുതെ നശിപ്പിക്കണമെന്ന്. ആ പൈസ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഈ ഏതാ ഹാള് സ്വപ്ന നഗരിയിൽ എത്ര ലക്ഷങ്ങളാണ് പൊടിച്ചത്? അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അവിടെ വീട്ടിൽ വെച്ച് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ കോളേജിൽ വെച്ച് കൊടുത്താൽ പോരെ അവരുടെ ബിരുദം? അതോ അതിൻ്റെതായ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സന്തോഷമുള്ള ഘട്ടം. കല്യാണമൊക്കെ പോലെ സന്തോഷമുള്ള ഘട്ടത്തിൽ ഭക്ഷണം ദാനം ചെയ്തിട്ടും അതിൻ്റെതായ രൂപത്തിൽ അത് ആഘോഷിക്കുക എന്നുള്ളത് സുന്നി ലോകത്ത് മുഴുവനും, അദ്ദേഹം ഈ പറയുന്ന ഈജിപ്തിലൊക്കെ ഇതിൻ്റെയൊക്കെ 10 മടങ്ങാണ്. ഗവൺമെന്റ് ഔദ്യോഗികമായി നബിദിനാഘോഷം നടത്തുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നു. ആ കാശൊക്കുന്ന വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചൂടെ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ എന്നാ പറയുമ്പോ പറയാം, അത് ഊർത്തിനെ ഞാൻ എതിർത്തിട്ടുള്ളൂ എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞത് ഒളിച്ചു കടത്തലാണ്. അതിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഫികള് എല്ലാവരും മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ ഇദ്ദേഹം ഇതിന്റെ ഒരു ഡയറക്ടർ പോലെ ഇതിന്റെ സെക്രട്ടറിയായി മുന്നോട്ട് പോകുന്നു. എന്നാൽ പല സ്ഥാപനങ്ങളിലും നല്ല ഉസ്താദുമാരാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നതും. ഇദ്ദേഹത്തിന്റെ ഇടയ്ക്ക് വന്ന് വല്ല ക്ലാസ്സൊക്കെ കൊടുത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ അത് ഉടനെ തിരുത്തി കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ നല്ല നിലക്ക് വളർത്തിയ എത്രയോ വാഫികളുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ, സമസ്തയുടെ കൂടെ ശക്തമായി നിലനിൽക്കുകയും നമുക്ക് ആവശ്യമായ ഒരുപാട് വിവരങ്ങൾ തരികയും ചെയ്ത എത്രയോ ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ ആയിട്ട് വളരെ അടുത്ത ആളുകൾ ഇന്ന് SNDCയുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഇല്ലല്ല, അത് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ പിന്നീട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം വിദേശത്ത് പോയി കുറെ കാലം ജോലി ചെയ്തു. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല ആശയങ്ങളും കയറി വരും. പിന്നെ ആ പഴയ പേര് നിലനിൽക്കുകയും ചെയ്യുമല്ലോ. അത് അത്രയല്ലേ അതൊക്കെ കാണാൻ കഴിയുള്ളൂ. എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത്തരം വിഷയത്തിന്റെ വിശദീകരണം അതൊക്കെ ഇൻഷാ അള്ളാ അതിനായിട്ട് ഉടനെ തന്നെ മുഷാവറ ഉണ്ടാവും. അതിനുശേഷം അത് വിശദീകരിക്കപ്പെടുമായിരിക്കും ഇൻഷാ അള്ളാ.